അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഹലോ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. മറ്റൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യോത്തരങ്ങൾ എഴുതാം. ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചി എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. മീനിങ് കഴിഞ്ഞില്ലേ? ഹലോ നോബി, മീനിങ് കഴിഞ്ഞു. നമ്മൾ എത്ര മീനിങ് എഴുതിയിട്ടുണ്ട് ടോട്ടല്? നോബി, ഹലോ നോബി, കേൾക്കുന്നുണ്ടോ? മീനിങ്സ് എഴുതി കഴിഞ്ഞു കേട്ടോ. 50 എഴുതിയുണ്ടോ? ഹലോ, 50 എഴുതിയുണ്ടോ? ഓ അതെ, ലെന സെബാസ്റ്റ്യൻ, മൈക്ക് പെട്ടെന്ന് ഓഫാക്കല്ലേ. കറക്റ്റായിട്ട് നമ്പർ പറഞ്ഞു തരൂ. എത്ര എഴുതിയിട്ടുണ്ട്? അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. 40 എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ എഴുതാം. ഹലോ, ഓക്കെ, ചോദ്യോത്തരങ്ങൾ എഴുതല്ലേ എല്ലാവരും? ചോദ്യോത്തരങ്ങൾ എഴുതല്ലേ? ഹലോ ഹലോ കേൾക്കാനില്ല കേട്ടോ, ഒന്ന് ഉറക്കെ പറയോ? ഓക്കെ, നമുക്ക് ചോദ്യോത്തരങ്ങൾ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് വാസ് notable about the appearance of the Indian sarang. What was notable about the appearance of the Indian sarang? അവിടെ വരെ എഴുതിയോ? ഓക്കെ, അപ്പൊ ചോദ്യം മനസ്സിലായില്ലേ? എന്താണ് ഇന്ത്യൻ സറങ്ങിന്റെ അപ്പിയറൻസിനെ കുറിച്ച് നോട്ട് ചെയ്യാനുള്ള കാര്യം? എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുണ്ടായിരുന്നത്? അദ്ദേഹം കാണാൻ അത്ര സുന്ദരനായിരുന്നില്ലല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അദ്ദേഹം കാഴ്ചയ്ക്ക് വിരൂപനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എങ്ങനെയായിരുന്നു? ഹലോ, പ്രവൃത്തിയിൽ എങ്ങനെയായിരുന്നു പ്രിയ വിദ്യാർത്ഥികളെ? പ്രവൃത്തികൾ അദ്ദേഹം നന്മ ചെയ്യുന്നവനായിരുന്നില്ലേ? ഹലോ, ഓക്കെ. മറ്റുള്ളവരെന്താ ഒരു ഉഷാറില്ലാത്തെന്ന്? അദ്ദേഹത്തെ കുറിച്ച് ഓർക്കണില്ലേ? സറങ്ക്, നന്മ ചെയ്യുന്ന, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന വ്യക്തി. ഓക്കെ. അപ്പോൾ നമുക്കതിന് ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതിക്കോളൂ. സാറ് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് ഉത്തരം എഴുതിക്കോട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, the Indian sarang looked very ugly. എഴുതിയോ? ദ ഇന്ത്യൻ സറങ്ക് ലുക്ക്ഡ് വെരി അഗ്ലി എന്ന് എഴുതിയാ? ഓക്കെ, ദ ഇന്ത്യൻ സറങ്ക് ലുക്ക്ഡ് വെരി അഗ്ലി. എന്നിട്ട് അടുത്ത വരി എഴുതിക്കോ. He was with short legs. And large disproportionate head. അവിടെ വരെ എഴുതിയോ? ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ് വരെ എഴുതിയോ? ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, HEAD, ഹെഡ്. ഡിസ്പ്രപ്പോർഷനേറ്റ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാട്ടാ, ശ്രദ്ധിച്ചോ. DISPROPORTIONATE
PROPORTIONATE. ഡിസ്പ്രപ്പോർഷനേറ്റ് എഴുതിയോ? ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും പറഞ്ഞുതരാമോ? ഹലോ ഹലോ ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും പറഞ്ഞുതരാമോ? കുഴപ്പമില്ല, മാഷ് പറഞ്ഞുതരാം. ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോർഷൻ അല്ലാത്ത, അതായത് തല ഭയങ്കര വലുതും ഉടല് ഭയങ്കര ചെറുതും എന്ന് പറയില്ലേ, അതേപോലെ. അല്ലെങ്കിൽ ഉടല് ഭയങ്കര വലുതും തല ഭയങ്കര ചെറുതും. അപ്പോൾ പ്രപ്പോർഷനൽ അല്ലാത്ത, തലയും ഉടലും അല്ലെങ്കിൽ ശരീരവും ഒരുപോലെ അല്ലാത്ത രീതിയിലുള്ള ഒരു ശരീരമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ശരീരഘടനയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ കഥയിലെ നായകനായിരിക്കുന്ന സെറംഗ് ഓഫ് റാണാഗഞ്ചി അഥവാ ഹസ്സന് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതി വെച്ചത്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഹലോ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ മറുപടി പറയണം കേട്ടോ. സാറിങ്ങനെ നിങ്ങളുടെ എന്താ പറയുക, റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഹലോ, നിങ്ങളെപ്പോഴും വളരെ ഓക്കെ, ഫാസ്റ്റായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തോളാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. Who were the passengers? ഹലോ കാശിനാഥൻ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യാട്ടോ. മാഷ് പറയുമ്പോൾ ആരും സംസാരിക്കരുത്. മൈക്ക് അറിയാണ്ട് ഓൺ ആവും ചെയ്യരുത്. അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ക്ലാസ് ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് ആവും കേട്ടോ. ദയവ് ചെയ്ത് കാശിനാഥ അങ്ങനെ അറിയാണ്ട് ഓൺ ആക്കരുത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് എഴുതിയെടുക്കാം. ഓക്കെ, സാറില്ലേ കുഴപ്പമില്ല. Who were the passengers? ചോദ്യമാണ് കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോ. Who were the passengers on the Rana Ganji? Who were the passengers on the Rana Ganji? Who were the passengers on the Rana Ganji? എഴുതിയോ? Who were the passengers on the Rana Ganji? ഓക്കെ, ചോദ്യം എന്താ? ആരൊക്കെയാണ് റാണാഗഞ്ചി എന്ന് പറയുന്ന കപ്പലിലെ യാത്രികർ എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ, ഉത്തരം എഴുതിയെടുക്കാം. The passengers in Rana Ganji. The passengers in Rana Ganji are white officers, Anglo-Indian Army officers, and their families, Anglo-Indian Army officers and their families, Anglo-Indian Army officers and their families, അത് കഴിഞ്ഞിട്ട് and their families, അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, and their families, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതൂ. The crew of the ship were
Indian natives. The crew of the ship were Indian natives. Indian natives. Indian natives. എഴുതിയോ? Indian natives. എഴുതിയോ? Okay. എന്നിട്ട് എഴുതിക്കോ. The ship mainly contained. The ship mainly contained. The ship mainly contained. The ship mainly contained tourists and pleasure seekers. The ship mainly contained tourists and pleasure seekers. Tourists and pleasure seekers. എഴുതിയോ? Tourists and pleasure seekers. Tourists and pleasure seekers. എഴുതിയോ? ഉല്ലാസയാത്രികരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ചുരുക്കത്തിൽ എഴുതിയത്. അതോടൊപ്പം ആംഗ്ലോ ഇന്ത്യൻ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ആർമി ഓഫീസേഴ്സ് അവരുടെ കുടുംബങ്ങളും, ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സും അവരുടെ കുടുംബങ്ങളും. പിന്നെ അതുപോലെ തന്നെ കപ്പലിലെ ക്രൂ, കപ്പലിലെ തൊഴിലാളികൾ ഇന്ത്യൻ വംശജരായിരുന്നു. ഇതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ? പോയിന്റുകൾ ഒരുപാടില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഹലോ ഹലോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ മാർജിനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിക്കോ. Who was Miss Job Smith? 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 Question mark ഇടുക. Who was Miss Job Smith? Question mark ഇടുക. അങ്ങനെ ഇങ്ങനെ എഴുതു. Write a short character sketch. Write a short character sketch. Write a short character sketch. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിൽ നന്ദി. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. അപ്പോൾ മിസ് ജോബ് സ്മിത്ത് ആരായിരുന്നു? വളരെ പൊങ്ങച്ചക്കാരത്തിയായിരുന്നു. മറ്റുള്ളവരെ തുച്ഛീകരിച്ച് കാണുന്ന ഒരു അഹങ്കാരിയായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മിസ് ജോബ് സ്മിത്ത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ജോബ് സ്മിത്തിൻ്റെ ഒരു ചെറിയ രീതിയിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് കേട്ടോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. മിസ് ജോബ് സ്മിത്ത് was a passenger. Miss Job Smith was a passenger. Miss Job Smith was a passenger on the in the Rana Ganji. Rana Ganji ബ്രാക്കറ്റിൽ ഷിപ്പ് എന്ന് എഴുതിക്കോട്ടെ. കപ്പല് എന്താ റാണ ഗഞ്ചി ബ്രാക്കറ്റിൽ ഷിപ്പ് എന്ന് എഴുതിക്കോ. എന്താ റാണ ഗഞ്ചി. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത വാചകമായിട്ട് എഴുതിക്കോളൂ. She was over 30. She was over 30. But she dressed herself smartly. She dressed herself smartly. നന്നായി സ്മാർട്ടായിട്ട് നീറ്റായിട്ട് ഡ്രസ് ചെയ്തിരുന്നു. സ്മാർട്ട്ലി. and in a stylish manner. To look younger. And in a stylish manner. Stylish, stylish, stylish manner. To look younger. എഴുതിയോ? To look younger. എഴുതിയോ? ഓക്കെ,
ആ അപ്പോൾ 30 വയസ്സിന് മേലെ ഉണ്ടെങ്കിലും വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തു, സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്തു, പ്രായം കുറവ് തോന്നിപ്പിക്കാൻ വേണ്ടി. ഇനി അടുത്ത വാചകം എഴുതിക്കോ. ഷീ വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ. ഷീ വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ. ഷീ വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ. ഷീ വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ on the Rana Ganji. She was a first class passenger on the Rana Ganji. She was first class passenger on Rana Ganji. In the Rana Ganji എന്നായാലും കുഴപ്പമില്ല കേട്ടോ. In Rana Ganji. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. She was seen. അവിടെ വരെ എഴുതി കഴിഞ്ഞില്ലേ? നമ്മൾ റാണ ഗഞ്ചി വരെ എഴുതിയില്ലേ? ഹലോ എഴുതി. ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. ഷീ വാസ് ഓൾവേസ് സീൻ. ഷീ വാസ് ഓൾവേസ് സീൻ. ഷീ വാസ് ഓൾവേസ് സീൻ വിത്ത് ഹർ. വിത്ത് ഹർ. ഷീ വാസ് ഓൾവേസ് സീൻ വിത്ത് ഹർ. ഓൾവേസ് സീൻ. സീൻ കാണപ്പെടുക. സീൻ സ്പെല്ലിംഗ് SEEN. സീൻ. ഷീ വാസ് ഓൾവേസ് സീൻ വിത്ത് ഹർ. with her male companion. Male companion. Male MALE. Male companion. കൂട്ടുകാരൻ എന്നാണ് കമ്പാനിയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Male companion റോണി. റോണി RONNIE. റോണി. അപ്പോൾ അടുത്ത വരി എഴുതാം. അടുത്ത വരി നമുക്ക് എഴുതാം. എഴുതല്ലേ ആൻവിൻ? എഴുതല്ലേ? നമുക്ക് എഴുതല്ലേ? ഹലോ ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. ഷീ വാസ് എ സ്നോബ്. സ്നോബ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ അർത്ഥങ്ങളിൽ തന്നിട്ടുണ്ട്. ആരെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരുമോ? ഷീ വാസ് എ സ്നോബ്. പറഞ്ഞോ? തെറ്റിയിട്ടില്ലേ? കറക്റ്റ് ആണ്. ലെന സെബാസ്റ്റ്യൻ പറഞ്ഞോ? വളരെ മോശമായ വ്യക്തി, പൊങ്ങച്ചം കാണിക്കുന്ന വ്യക്തി അല്ലേ? മറ്റുള്ളവരെ തുച്ഛീകരിച്ച് കാണുന്ന വ്യക്തി, അതല്ലേ പറഞ്ഞു വന്നേ ലെന സെബാസ്റ്റ്യൻ? ഓക്കെ. അപ്പോൾ സ്നോബ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചെടുത്തു. ഷീ വാസ് എ സ്നോബ് ആൻഡ് എ ബിഗ്. ആൻഡ് ബിഗ്. ബിഗ് BIG. ബിഗ്. ബിഗ് ബോർ. BORE. ബോർ. ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടിപ്പിക്കുന്ന വ്യക്തിയാണ്. പൊങ്ങച്ചം പറഞ്ഞിട്ടേ BORE. ബോർ. ബോർ എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. എഴുതിയാ? അപ്പൊ ആൻവിൻ റോണി വരെ എത്തിയിട്ടുള്ളോ? ഓക്കെ, അടുത്ത വരി സാർ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഷീ വാസ് എ സ്നോബ് ആൻഡ് എ ബിഗ് ബോർ. BORE. ബോർ എന്ന് വെച്ചാ ബോറടിപ്പിക്കുന്ന വ്യക്തി. സ്നോബിന്റെ അർത്ഥം സാർ നേരത്തെ പറഞ്ഞു തന്നു. നേരത്തെ മറ്റു വിദ്യാർത്ഥികളും പറഞ്ഞു. സ്നോബിന്റെ വാക്കിന്റെ അർത്ഥം സാറ് നേരത്തെ മീനിങ് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. സ്നോബ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയുന്ന വ്യക്തി, ഒപ്പം തന്നെ മറ്റുള്ളവരെ പുച്ഛീകരിച്ച് അഹങ്കാരത്തോടെ ജീവിക്കുന്ന വ്യക്തി എന്നാണ് സ്നോബ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ബിഗ് ബോർ വരെ എഴുതി. ബിഗ് ബോർ വരെ എഴുതി. ഓക്കെ, അടുത്ത വാക്ക് അടുത്ത വാചകം നമുക്ക് എഴുതാം. ഹെർ കമൻഡ്. ഹെർ കമൻഡ്. ഹെർ കമൻഡ് അബൌട്ട് ദ സറംഗ്. 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 Her comment about the sarang. Her comment about the sarang was an absurdly. Was എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടർ കോമയിലായിട്ട് ഇനി എഴുതേണ്ടത്. വാസ് കഴിഞ്ഞിട്ട് ഇൻവേർട്ടർ കോമയിൽ എഴുതുക. an absurdly. An absurdly. An absurdly കോമിക് ക്രീച്ചർ എന്നുള്ളത് ഇൻവേർട്ടർ കോമയിൽ ഇടുക. വാസ് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എന്നുള്ളത് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എന്നുള്ള ഇൻവേർട്ടർ കോമയിൽ ഇടുക കേട്ടോ. അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. എന്നിട്ട് ഇങ്ങനെ അടുത്ത വരിയായിട്ട് എഴുതു. when at the end of the story. When at the end of the story. കോമ ഇട്ടിട്ട് she asks the narrator. She asked the narrator. She asked the narrator whether
he had, whether he had kept the sarang, whether he had kept the sarang in a cage, in a cage, in a cage. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ആ വാചകം ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ കോമിക് ക്രീച്ചർ വരെ എഴുതി കഴിഞ്ഞില്ലേ? കോമിക് ക്രീച്ചർ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരിയാണ് കോമിക് ക്രീച്ചർ എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ് ഇടേണ്ടത്. കോമിക് ക്രീച്ചർ എന്നുള്ളത് കമൻ്റാണ് നമ്മുടെ ജോബ് സ്മിത്ത് സറങ്ങിനെ കുറിച്ച് നെറേറ്ററായിട്ടുള്ള ഡോക്ടർ എ.ജെ. ക്രോണിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അടുത്ത വരി നമുക്ക് എഴുതാം. അടുത്ത വരി, ആ വരി ഒന്നുകൂടെ ആവർത്തിക്കാം. സാറ് ആവർത്തിക്കുക, നിങ്ങൾ എഴുതിക്കോ. വെൻ എറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അവിടെ വരെ എഴുതിയ വെൻ എറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഷീ ആസ്ക്ഡ് ദ നറേറ്റർ വെദർ ഹി ഹാഡ്. അല്ല, അതിന് തുടർച്ചയാണ്, അതിന് തുടർച്ചയാണ്. ഒരു കുട്ടി ഒന്നുകൂടി ആവർത്തിക്കാൻ പറഞ്ഞപ്പോൾ സാർ അതൊന്ന് ആവർത്തിച്ചതാണ്, ആ വരി ഒന്നുകൂടി ആവർത്തിച്ചതാണ്. എഴുതി കഴിഞ്ഞവർ ശ്രദ്ധിച്ചാൽ മതി, എഴുതണ്ട. ആ വരി ഒന്നുകൂടി സാർ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ശ്രദ്ധിക്കുക, അലൻ ശ്രദ്ധിക്കാത്ത ക്ലാസ്സിലെ. വെൻ എറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഷീ ആസ്ക്ഡ് ദ നറേറ്റർ ഹി ഹാഡ് കെപ്റ്റ്, ആസ്ക്ഡ് ദ നറേറ്റർ വെദർ ഹി ഹാഡ് കെപ്റ്റ് ദ സെറങ് ഇൻ എ കേജ്. അവിടെ വരെ എഴുതിയോ ഡയാന? അവിടെ വരെ എഴുതിയോ? സെറങ് ഇൻ എ കേജ്, സെറങ് ഇൻ എ കേജ് എഴുതിയാ? ഹലോ, ഓക്കെ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ദ നറേറ്റർ, ദ നറേറ്റർ, ദ നറേറ്റർ gave her, the narrator gave her, the narrator gave her a befitting, befitting spelling സാർ പറഞ്ഞുതരാം. BEFITTING, befitting reply, befitting reply, befitting പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ? കേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ ഇടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി, അടുത്ത വരിയല്ല, കോമ കഴിഞ്ഞിട്ട് സെൻറ്റൻസിൻ്റെ ഭാഗം ഇങ്ങനെ എഴുതിക്കോ. The narrator gave her a befitting reply, gave her a befitting reply. അവിടെ വരെ എഴുതിയോ? gave her a befitting reply എഴുതിയോ? ആ, ബാക്കിയുള്ളവരും എഴുതിയോ? ഡയാനൊക്കെ എഴുതിയോ? ലെന എഴുതിയോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ബെഫിറ്റിംഗ് റിപ്ലൈ, ബെഫിറ്റിംഗ് എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. നെറേറ്ററെ സ്നോബായിരിക്കുന്ന നമ്മുടെ ജോബ് സ്മിത്തിനെ നല്ലൊരു മറുപടി കൊടുത്തു. ജോബ് സ്മിത്ത് നമ്മുടെ സെറങ്ങിനെ നാൽക്കാലി എന്ന് വിളിച്ചപ്പോൾ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് കേജിലിട്ടോ അവനെ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആരാണ് കൊടുത്തത്? നമ്മുടെ നെറേറ്റർ ആയിരിക്കുന്ന ഡോക്ടർ എ.ജെ. ക്രോണി. മറുപടി എന്താ? അദ്ദേഹം കൂട്ടിലാണെങ്കിൽ മറ്റുള്ളവർ പുറത്തുള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ മനുഷ്യനാണ് കൂട്ടിലെ, മൃഗങ്ങൾ പുറത്തുനിന്നുള്ള രീതിയിൽ ഉത്തരം ഡോക്ടർ എ.ജെ. ക്രോണി കൊടുത്തു. അപ്പോൾ റിപ്ലൈ, അപ്പോൾ സാറ് ഭാഗം കൂടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമുക്ക് ഉത്തരത്തിൻ്റെ കണ്ടിന്യൂഷൻ എഴുതാം. ഉത്തരത്തിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. എല്ലാവരും റെഡി ആയിക്കോ, എഴുതിക്കോ. He said that, he said that, he said that, he said that he had, he had, he had, he had kept, he had kept, he had kept the sarang, he had kept the sarang in a cage, he had kept the sarang in a cage, in a cage, in a cage. But all the animals, but all the animals, but all the animals were outside, but all the animals were outside. But all the animals were outside. എഴുതിയോ? all the animals were outside. എഴുതിയോ? ഹലോ, എഴുതിയോ? ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം.
he meant that he meant that he meant that she was an animal she was an animal she was an animal with her she was an animal with her rude remark with her rude remark with her rude remark with her rude remark about people with her rude remark about people and her boasting nature and her boasting nature and her boasting nature and her boasting nature എഴുതിയോ? അവിടെ വരെ എഴുതി കഴിഞ്ഞാ? ഓക്കെ. ആൻഡ് ഹെർ ബോസ്റ്റിംഗ് നേച്ചർ. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യം എഴുതി ആകെ? 3 ഓക്കെ. എത്ര? 3 എഴുതിയിട്ടല്ലോ. 3 എഴുതിയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. How did A.J. Cronin conclude that the Stokers were infected by smallpox infected with smallpox that the Stokers were infected with smallpox ഉത്തരം എഴുതിയെടുക്കാം നമുക്ക്. ഹലോ, ചോദ്യം മനസ്സിലായോ? A.J. ക്രോണിൻ എങ്ങനെയാണ് രോഗികളായി കൊണ്ടുവന്ന 2 സ്റ്റോക്കേഴ്സിനെ സ്മോൾ ബോക്സ് ആണെന്ന് ഉറപ്പുവരുത്തിയത്, അവർ കൺഫേം ചെയ്തത് എങ്ങനെയാണെന്നാണ്, കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഉത്തരം എഴുതിയെടുക്കാം നമുക്ക്. ഡോക്ടർ A.J. ക്രോണിൻ എഴുതിക്കോട്ടെ. ഡോക്ടർ A.J. ക്രോണിൻ concluded that the Stokers were infected with smallpox because he discovered hard little nodules under their wrist skin. wrist എന്ന് വെച്ചാൽ കൈത്തണ്ട ഈ ഭാഗം, റിസ്റ്റിന്റെ ഈ ഭാഗം, റിസ്റ്റിനെയാണ് നമ്മൾ വാച്ച് കെട്ടുക, കൈത്തണ്ട. under their wrist skin. ഫുൾ സ്റ്റോപ്പ് ഇടുക. it was the sure symptom of smallpox. It was the sure symptom of smallpox. എഴുതിയോ? It was the sure symptom of smallpox.
എഴുതിയോ? ഓക്കെ. എങ്ങനെയാണ് AJ ക്രോണിൻ ഈ സ്റ്റോക്കേഴ്സിനെ, ഡോക്ടർ AJ ക്രോണിൻ ഈ സ്റ്റോക്കേഴ്സിനെ എങ്ങനെയാണ് ഈ അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ചോദ്യം. അസുഖം സ്മോൾ ബോക്സ് ആണ് തിരിച്ചറിഞ്ഞത്. കൈത്തണ്ടയമുള്ള റിസ്റ്റുമേ ഉണ്ടായിരുന്ന നോഡ്യൂൾസിൻ്റെ രൂപം കണ്ടപ്പോൾ ആണ് ഡോക്ടർ AJ ക്രോണിൻ ഇവർക്ക് സ്മോൾ ബോക്സ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ലാസ്റ്റ് ചോദ്യമായിട്ട് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, വാട്ട് വാസ് ദ കണ്ടീഷൻ of the stokers what was the condition of the stokers who were brought by the sarang to Dr. AJ Cronin. What were the conditions of the stokers who were brought by the sarang to Dr. AJ Cronin? എഴുതിയോ? ചോദ്യം എഴുതിയെടുത്താ? By the sarang to the Dr. Cronin. എഴുതിയാ? ഹലോ, എഴുതിയോ? അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം സാർ പറഞ്ഞു തരാം. എന്തായിരുന്നു കൊണ്ടുവന്നിട്ടുള്ള രോഗികളായിട്ടുള്ള സ്റ്റോക്കേഴ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് എഴുതിയെടുക്കാം. രോഗികളുടെ അവസ്ഥ, അവർക്ക് നല്ല സുഖം ഇല്ലാത്ത, അവർക്ക് സുഖമില്ലാന്ന് തോന്നി, അവർക്ക് ജനറൽ ഇൽനെസ് ഉണ്ട്, അതായത് പൊതുവേ ഉള്ള ഒരു ആരോഗ്യക്കുറവ്, തലവേദന ഭയങ്കരമായിട്ട്, ബോൺ പെയിൻ ഭയങ്കരം, അതുപോലെ അവർ പേടിച്ച പോലെ ഒരു രൂപം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും പനിയുണ്ടായിരുന്നു. പിന്നെ അവരുടെ നാവുമ്മ കട്ടിയായിട്ടുള്ള കഫമുണ്ടായിരുന്നു. അവർക്ക് പിന്നെന്തുണ്ടായിരുന്നു, തൊലി വളരെ ഡ്രൈ ആയിരുന്നു. പിന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ഈ നോഡ്യൂൾസ്, ഈ പൊളങ്ങൾ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത് എന്താണ്? അവർക്ക് സ്മോൾ ബോക്സ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. The stokers did not look well. ആരോഗ്യത്തിലായിട്ട് തോന്നിയില്ല എന്നാണ് the stokers did not look well എന്ന വാക്കിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ, they complained of general illness. Commentator, strong headache and severe bone pains. ഒന്നുകൂടി പറഞ്ഞുതരാമല്ലോ. ആ വരി ഒന്നുകൂടി പറഞ്ഞുതരാം. They complained of general illness, പൊതുവായ രോഗാവസ്ഥ. ജനറൽ ഇൽനെസ് സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ILLNESS. ആരോഗ്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഇൽനെസ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഹെഡേക്ക് HEADACHE ഹെഡേക്ക് എന്ന് വെച്ചാൽ തലവേദന. ആൻഡ് സിവിയർ ബോൺ പെയിൻസ്, ബോണുകൾക്ക് ഭയങ്കര പെയിനാണ്. ആൻഡ് സിവിയർ ബോൺ പെയിൻസ്, എല്ലുകൾക്ക് ഭയങ്കര വേദനയും അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നിട്ട് നമുക്ക് അപ്പോൾ അടുത്ത വരെ എഴുതിയല്ലേ, ഇനി നമ്മൾ ബോൺ പെയിൻസ് വരെ എഴുതിയോ? ഹലോ, ഹെഡേക്ക് കഴിഞ്ഞാൽ ആൻഡ് സിവിയർ ബോൺ പെയിൻസ്. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ, they looked frightened as the doctor began to examine them. The doctor began to examine them. Full stop ഇടുക.
The doctor began to examine them. എന്നിട്ട് ഇങ്ങനെ എഴുതു, both had fever. Both had fever. Both had fever. അവർക്ക് രണ്ടുപേർക്കും പനി ഉണ്ടായിരുന്നു. Both had fever. സ്റ്റോപ്പിട്ടതിന് ശേഷം their tongues were covered with. Their tongues were covered with. നാവുമ്മ മുഴുവൻ. Their tongues were covered with thick. Their tongues were covered with thick, കട്ടിയേറിയ, thick sputum. Sputum എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയേറിയ കഫം എന്നാണ് അർത്ഥം. Their tongues were covered with thick sputum. കഫം എന്നാണ് അതിൻ്റെ അർത്ഥം. നാവുമ്മ നിറച്ച് കഫം ഉണ്ടായിരുന്നു, കട്ടിയേറിയ കഫം. സ്പെല്ലിംഗ് പറഞ്ഞു തരാമല്ലോ. SPUTUM. SPUTUM എഴുതിയോ? ഓക്കെ. അതിൻ്റെ അടുത്ത് വരി നമുക്ക് നോക്കാം. They had dry skin. 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 Commentator, which is nature's gravest, GRAVEST, gravest ഏറ്റവും വിഷമിപ്പിക്കുന്ന, gravest warning ആണ്, പ്രകൃതിയുടെ വാർണിംഗ് ആണ് എന്നുള്ള അത് സ്മോൾ ബോക്സ് ആണ് സൂചിപ്പിക്കുന്ന. gravest warning എഴുതിയോ? വാർണിംഗ് വരെ എഴുതിയോ? ഹലോ, വാർണിംഗ് വരെ എഴുതിയോ? ഞാൻ ഒന്നുകൂടി ആ സെന്റൻസ് വായിക്കാം, എഴുതാത്തവർ എഴുതിക്കോളൂ. They had dry skin. ഒരു സെക്കൻഡ്, ഒരു വരി കൂടി കഴിഞ്ഞ സാറ് നിങ്ങളെ വിടാം കേട്ടാ. അപ്പോൾ they had dry skin which is nature's gravest warning. gravest warning കഴിഞ്ഞാൽ ലാസ്റ്റ് വരിയാണ് കേട്ടോ. അത് എഴുതിക്കോ. The doctor then discovered hard little nodules. The doctor then discovered hard little nodules. എഴുതിയ hard little nodules എഴുതിയ hard little nodules under the wrist skin of each man. Under the wrist skin of each man. Under the wrist skin of each man. എഴുതിയാ? ഓക്കെ. കോമന്റ് ഇട്ടിങ്ങനെ ചെയ്തു. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. It was the sure symptom. It was the sure symptom of smallpox. It was a sure symptom of smallpox. Okay, dear students, chemistry teacher വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ആ ക്ലാസ്സിൽ കയറിക്കോളൂ. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. ഓക്കെ, വേഗം ടീച്ചർ പറഞ്ഞതനുസരിച്ച് അത് പ്രശ്നം മാർക്ക് ചെയ്യാം. അപ്പോൾ FHW വിദ്യാർത്ഥികൾ വേഗം ടീച്ചർ പറഞ്ഞതനുസരിച്ച് ആ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് കയറിക്കോളൂ, അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. സമയം ഒട്ടും വഴുകണ്ട. ഓക്കെ, വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അതുൽ കൃഷ്ണ MR ഏതില്ല? BCBFിലാണോ? ഓക്കെ. അതിൻ കൃഷ്ണല്ലേ? ഹലോ, അതിനല്ലേ? അതിൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും വേഗം ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഞാനൊരു സംഭവം കൂടി കാണിച്ചു തരാം. വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കുകയാണ്. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പരിധി വരെ നമ്മുടെ ഒരു മോണിറ്ററിങ്ങിൽ തന്നെ അത് എഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളൊക്കെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം കൂടിയും എൻ്റെ പ്രിയ വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിന് മുകളിൽ വേണം. അതിലെന്തെങ്കിലും മിസ് മാച്ചോ ഒരു പാച്ചോ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അത് സോഫ്റ്റ്വെയർ ഓൺ ചെയ്യും. അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്ലാസ്. അപ്പോൾ ആ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ടാണ് അത് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയം നമ്മളത് മോണിറ്റർ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ കുറച്ചധികം സമയം അതിന് വേണ്ടി നല്ല രീതിയിൽ അത് പാച്ച് ചെയ്യാനും അതിലോരോ വീഡിയോ ക്ലിപ്പുകൾ ഓരോന്നും മെർജ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അതോടുകൂടെ പിക്ചേഴ്സ് എൻ്റർ ചെയ്യിപ്പിക്കാനും ഒക്കെ കുറച്ച് സമയം എടുത്തിട്ട് ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പ്രിയ വിദ്യാർത്ഥികൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ ക്ലാസ് എഡിറ്റ് ചെയ്യുന്നത് എന്ന കാര്യം വെറുതെ നിങ്ങളുടെ അറിവിന് വേണ്ടി സാർ അത് കാണിച്ചു തന്നേ ഉള്ളൂ. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.